ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി എക്സ്പയറി ദിനത്തിലെ മൂവ്മെന്റ് തികച്ചും അപ്രതീക്ഷിതവും വൻ വോളറ്റിലിറ്റി നിറഞ്ഞതുമായിരുന്നു. 23,824 നിഫ്റ്റി ഒടുവിൽ ക്ലോസ് ചെയ്തത്. അതായത് 278 പോയിന്റിന്റെ വമ്പിച്ച ഒരു ഇടിവാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആക്ച്വലി ഇന്ന് ഏർലി മോർണിംഗ് ട്രേഡിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് മാർക്കറ്റ് ട്രേഡിംഗ് ആരംഭിച്ചത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിലൂടെ 24,071 മാർക്കറ്റ് തുടക്കമിട്ടത്. അവിടെ ചെറിയൊരു റിലീഫ് റാലിയും നമ്മൾ കണ്ടതാണ്. ഇൻഡെക്സ് 24,135 എന്ന ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഈ ഫാർമ സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് തുടക്കത്തിൽ മാർക്കറ്റിനെ ഒരുവിധം താങ്ങി നിർത്തിയത്. എന്നാൽ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം നമ്മൾ കാണുന്നത് വൻതോതിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും വമ്പിച്ച ഒരു സെല്ലിംഗ് പ്രഷറുമാണ് അക്രോസ് ദ മാർക്കറ്റ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ IT സെക്ടറിലും വൻ ഇടിവ് നമ്മൾ കാണാൻ പറ്റും. 2% മുകളിലുള്ള ഇടിവ് അവിടെ ഉണ്ടായി. ഇൻഫോസും TCS പോലെയുള്ള വൻകിട സ്റ്റോക്കുകളിൽ വമ്പിച്ച തകർച്ചയുണ്ട്. ഇത് നിഫ്റ്റിയെ വലിയ തോതിൽ താഴോട്ടേക്ക് കൊണ്ടുപോകാൻ കാരണമായി. ഇത് കൂടാതെ മെറ്റൽ സെക്ടറിലും വമ്പിച്ച ഫോളാണ് ഉണ്ടായത്. ഏകദേശം 3% ഫോൾ അവിടെയും ഉണ്ടായി. അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലും 1%-ലധികമുള്ള ഫോൾ ഉണ്ടായി. ആകെ പിടിച്ചു നിന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് ഫാർമ സെക്ടർ മാത്രമായിരുന്നു. നമുക്കറിയാം ഇന്ന് നിഫ്റ്റിയുടെ വീക്കിലി ഓപ്ഷൻ എക്സ്പയറി ഡേ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു വോളറ്റിലിറ്റി പ്രതീക്ഷ. പക്ഷെ അത് 24,000 എന്നുള്ള സപ്പോർട്ട് ലെവല് ഇതേ രീതിയിൽ ബ്രേക്ക് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ 24,000 എന്നുള്ള ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ തകർന്നതോടെ ഈ ലോങ് പൊസിഷൻ എടുത്തവരൊക്കെ കൂട്ടത്തോടെ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലായിരുന്നു. ആ ഒരു അഗ്രസീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് അൺവൈൻഡിങ് ആണ് മാർക്കറ്റിനെ വലിയ തോതിൽ താഴോട്ടേക്ക് കൊണ്ടുപോയത്. യഥാർത്ഥത്തിൽ ഗ്ലോബൽ ക്യൂസ് മിക്സഡ് ആയിരുന്നു. എന്നാൽ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ വളരെ പോസിറ്റീവ് ആയിരുന്നു. കാരണം ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ആ ഒരു സമാധാന ചർച്ചകളുടെ ഭാഗമായിട്ട് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ഇറാന് മേലുള്ള ആ ഒരു ഉപരോധങ്ങളിൽ 60 ദിവസത്തെ ഒരു ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഇളവ് പ്രകാരം ഓഗസ്റ്റ് 21 വരെ ഇറാന് ഈ ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനും വിൽക്കുവാനുമുള്ള അനുമതി ഉണ്ടാവും. അപ്പോൾ US ഡോളർ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനും അനുവാദമുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ ഇന്റർനാഷണൽ ആണവോർജ ഏജൻസി ഇൻസ്പെക്ടർമാർക്ക് ഇറാൻ അവരുടെ രാജ്യത്ത് പരിശോധനയ്ക്ക് അനുമതി നൽകണമെന്നാണ് കണ്ടീഷൻ. അതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് പൂർണ്ണമായിട്ടും സുരക്ഷിതമായിട്ട് തുറന്നു കൊടുക്കാൻ ഇറാൻ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈ ഒരു വാർത്തയെ തുടർന്ന് ബ്രന്റ് ക്രൂഡിന്റെ വില 77 എന്നുള്ള താഴ്ചയിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ ആ ഒരു മേഖലയിൽ നല്ല പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിട്ടും മാർക്കറ്റ് ഇടിയാൻ കാരണമായിട്ടുള്ളത് ഇന്നലെ നാസ്ഡാക്കിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച ഇടിവാണ്. ഇന്നലെ നാസ്ഡാക്ക് ഇൻഡെക്സ് 1.3% താഴോട്ടേക്ക് പോയിരുന്നു. അപ്പോൾ ഈ ടെക്നോളജി സ്റ്റോക്കുകളിൽ വമ്പിച്ച ഇടിവ് ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കാരണമായിട്ട് കാണുന്നത് ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയായിട്ട് ആൽഫബറ്റ് അതിന്റെ ഓഹരികൾ ഏകദേശം 5-6% വരെ ഇടിഞ്ഞിരുന്നു. അപ്പോൾ ഗൂഗിളിന്റെ ഏറ്റവും പ്രമുഖരായ 2 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സയന്റിസ്റ്റുകൾ കമ്പനി വിട്ടുകൊണ്ട് രാജിവെച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിളിന്റെ ആൽഫ ഫോൾഡ് ടൂളിന്റെ ആ ഒരു ക്രിയേറ്റർ ആയിട്ടുള്ള ജോൺ ജംബറും അതുപോലെ ജെമിനി AI മോഡലുകളുടെ ലീഡ് ആയിട്ടുള്ള നോം ഷാസീറും ഈ ഗൂഗിളിൽ നിന്നും മാറിക്കൊണ്ട് ആന്ത്രോപ്പിക് അതുപോലെ ഓപ്പൺ AI കമ്പനികളിലേക്ക് ചേക്കേറിയത് അത് ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കി. അതുപോലെ ഗൂഗിൾ വലിയ തോതിലുള്ള ഒരു ഫണ്ട് കാപ്പെക്സ് ആണ് ഈ AI മേഖലയിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പനിയുടെ ഒരു ഫ്രീ ക്യാഷ് ഫ്ലോ കുറക്കുമോ എന്നുള്ള ഭയവും ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർന്നുകൊണ്ട് വമ്പിച്ച ഒരു ഇടിവ് ഗൂഗിളിലുണ്ടായി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് മറ്റ് ടെക്നോളജി സ്റ്റോക്കുകളും ഉണ്ടായി. അതേപോലെ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബാങ്ക് ഓഫ് അമേരിക്ക നടത്തിയിട്ടുള്ള ചില റിസർച്ച് റിപ്പോർട്ടുകൾ. അപ്പോൾ അതിൽ പറയുന്നത് പുതിയ US ഫെഡ് ചെയർമാൻ കെവിൻ വാർഷിൻ്റെ നയങ്ങളും അവരുടെ ശക്തമായ അമേരിക്കയിലെ ഇൻഫ്ലേഷനും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണിത്. അപ്പോൾ ഈ വർഷം അതായത് 2026 സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിലായിട്ട് ഫെഡറൽ റിസർവ് 3 പ്രാവശ്യം പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് ബാങ്ക് ഓഫ് അമേരിക്ക പ്രവചിക്കുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ നിയന്ത്രണ വിധേയമാകാത്തതിനാൽ 2027 നിരക്കുകളിൽ ഒരു മാറ്റവും ഇല്ല എന്നാണ് അവരുടെ പ്രവചനം. അപ്പോൾ ഒരു റേറ്റ് കട്ടിനെ പറ്റി ഫെഡറൽ റിസർവ് ചിന്തിക്കാൻ പോകുന്നത് 2028 മാത്രമായിരിക്കും എന്നും അവർ പറയുന്നു.
അപ്പോൾ ഇത് തീർച്ചയായിട്ടും ടെക്നോളജി സ്റ്റോക്കുകളിൽ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ US ഡോളർ ഇൻഡെക്സ് 101 എന്ന ലെവലിലേക്ക് ഉയർന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ 13 മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. അപ്പോൾ നമുക്കറിയാം ഡോളർ ഇൻഡെക്സ് എന്ന് പറയുന്നത് 6 പ്രധാനപ്പെട്ട കറൻസികൾക്കെതിരെയുള്ള ഡോളറിന്റെ മൂല്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട പങ്ക് യൂറോയും അതുപോലെ ജപ്പാനീസ് യെന്നുമാണ്. അപ്പോൾ ഈ 2 കറൻസികളും തകർച്ച നേരിടുകയാണ്. ജപ്പാന്റെ പലിശ നിരക്ക് 1% ഉയർത്തിയെങ്കിലും US-ഉമായിട്ടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വ്യത്യാസം കാരണം ജപ്പാന്റെ യെന്നും കടുത്ത തകർച്ചയിലാണ്. അപ്പോൾ ഈ ഡോളർ ഇൻഡെക്സ് ഇത്ര ഉയർന്നതാണ് നമ്മുടെ മാർക്കറ്റിൽ മെറ്റൽ IT സ്റ്റോക്കുകളിൽ വമ്പിച്ച സെൽ ഓഫിന് ഒരു കാരണമായിട്ട് കാണാൻ കഴിയുന്നത്. ഇന്ന് IT സെഗ്മെന്റിനേക്കാൾ വലിയ സെൽ ഓഫ് നടന്ന സെക്ടർ മെറ്റൽ ഇൻഡെക്സ് ആണ്. ഏകദേശം 3% ഇടിവോടെയാണ് മെറ്റൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ വേദാന്ത, നാൽക്കോ, JSW സ്റ്റീൽ, എൻജാൽക്കോ, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ പ്രമുഖ മെറ്റൽ ഓഹരികളെല്ലാം വമ്പിച്ച തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ ലെവലിൽ ഈ മെറ്റലിന്റെ വില, കോപ്പർ, അലൂമിനിയം, സ്റ്റീൽ എന്നിവയിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള വമ്പിച്ച ഇടിവാണ് ഇന്ന് മാർക്കറ്റിലെ ബേസ് മെറ്റലുകൾ ഇത്രയധികം താഴോട്ട് പോകാൻ കാരണമായത്. ഇതുകൂടാതെ ഡോളർ ശക്തിപ്പെട്ടതും കാരണം ഈ മെറ്റലിൻ്റെയൊക്കെ വില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറിലാണ്. ഇതുകൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ മെറ്റൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള ചൈനയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ പ്രതീക്ഷയിലും താഴെയായിരുന്നു. അപ്പോൾ അത് ചൈനയിലെ സാമ്പത്തിക മേഖല പൂർണ്ണമായിട്ട് ഉണരാത്തത് ഗ്ലോബൽ ലെവലിൽ സ്റ്റീൽ, അലൂമിനിയം ഡിമാൻഡിനെ ബാധിക്കുമെന്ന ആശങ്കയും ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ വേദാന്ത സ്റ്റോക്കിൽ സ്പെസിഫിക് ആയിട്ട് വന്നിട്ടുള്ള അവരുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് സെയിൽ നടത്താൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയും ഉണ്ടായിരുന്നു. അതും ആ വലിയ തകർച്ച ഈ വേദാന്ത സ്റ്റോക്കുകൾ ഉണ്ടാവാൻ കാരണമായിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഡൊമസ്റ്റിക് മേഖലയിൽ നിന്ന് വന്ന ഒരു ഡാറ്റയും നമ്മുടെ മാർക്കറ്റിൽ ഒരു സെൽ ഓഫിന് കാരണമായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് വന്നിട്ടുള്ള ഈ PMI ഡാറ്റ, അതായത് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ PMI ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥ, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ്, സർവീസ് മേഖലകളുടെ ആ ഒരു ഹെൽത്ത് സൂചിപ്പിക്കുന്ന ഒരു എക്കണോമിക് ഇൻഡിക്കേറ്ററാണ് PMI. അപ്പോൾ ഇവിടെ കമ്പനികളുടെ പർച്ചേസിംഗ് മാനേജർമാരിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ പ്രമുഖ റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള S&P ഗ്ലോബൽ ആണ് ഓരോ മാസവും ഈ സർവേ നടത്തുന്നത്. ഇന്ത്യയിൽ ഇതിനെ HSBC ആണ് സ്പോൺസർ ചെയ്യുന്നത്. ഏകദേശം 400 മാനുഫാക്ചറിംഗ് കമ്പനികളിലെയും 400 സർവീസ് കമ്പനികളിലെയും പർച്ചേസ് എക്സിക്യൂട്ടീവുകൾക്ക് ഒരു ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തുകൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യാവലിക്കും അവർ നൽകുന്ന ഉത്തരം അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റയാണ് ഈ പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ. അപ്പോൾ അത് 50-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബിസിനസ് മേഖല വളരുകയാണെന്നാണ് അത് സൂചന നൽകുന്നത്. എന്നാൽ 50 എന്ന ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ യാതൊരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്നാണ് സൂചിപ്പിക്കുക. 50-ന് താഴെയാണെങ്കിൽ സാമ്പത്തിക തളർച്ച നേരിടുന്നു എന്നാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ സ്വകാര്യ മേഖലയിലെ വളർച്ചാ നിരക്കിൽ നേരിയ ഒരു കുറവ് വന്നിട്ടുണ്ട്. എങ്കിലും ഇൻഡിക്കേറ്റർ ഇപ്പോഴും ശക്തമായ വളർച്ചാ മേഖലയിൽ തന്നെയാണ്. മെയ് മാസത്തിൽ 59.3 എന്ന ലെവലിൽ നിന്നും 57.4 ഇത് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാനുഫാക്ചറിംഗ് പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സിൽ 55 എന്ന ലെവലിൽ 54.5 കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ സർവീസ് PMI വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. 59.8 നിന്നും 57.3 കുറഞ്ഞിട്ടുള്ളത്. അത് 17 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണ്. അപ്പോൾ പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിലെ വേഗത കുറഞ്ഞതാണ് ഈ ഇടിവിന് പ്രധാന കാരണമായിട്ടുള്ളത്. കൂടാതെ ഇന്ധന വില വർദ്ധിച്ചതും ബിസിനസ്സുകളെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തെ അപേക്ഷിച്ച് പുതിയ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലും വളരെ സ്ലോ ആയിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. കൂടാതെ കെമിക്കൽസ്, ഫുഡ്, ഫ്യൂവൽസ്, ഗ്യാസ് എന്നിവയിൽ വില വർദ്ധിച്ചതിനാൽ കമ്പനികളുടെ ഇൻപുട്ട് കോസ്റ്റും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡാറ്റ മുൻമാസങ്ങളിലെ അപേക്ഷിച്ചിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വലിയൊരു തകർച്ചയല്ല. എന്നാൽ വളർച്ചയുടെ ആ ഒരു മൊമെന്റം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നേതായാലും മാർക്കറ്റ് 23,800 എന്നുള്ള അതിൻ്റെ ഒരു പ്രീവിയസ് സപ്പോർട്ട് ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിലും വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇനിയും സെൽ ഓഫിന് ഒരുപക്ഷെ കാരണമായേക്കും. അപ്പോൾ ഇനിയൊരു 2 ട്രേഡിംഗ് ഡേ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ആഴ്ച ഒരു ട്രേഡിംഗ് ഡേ അവധിയാണ്. അതുകൊണ്ട് ഈ 2 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന നമ്മുടെ ആഭ്യന്തര മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ വേണം നമ്മുടെ മാർക്കറ്റിനെ തിരിച്ചു കൊണ്ടുവരുവാൻ. ഏതായാലും അതിനുവേണ്ടി നമുക്ക് ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.